എങ്ങനെ വീട് ഇഷ്ടായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്നാ എനിക്കറിയാം, മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ, അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടത് ഈ മുറ്റത്ത് കെട്ടിയിടണം. നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചതല്ല. ഓക്കെ, എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്ത് ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു സിഐഡിയാണ്. ഒരു സിഐഡി മറ്റൊരു സിഐഡിയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ സിഐഡികളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തതുണ്ട്. ആ സിഐഡി കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്, ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, സിഐഡികളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മളെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം. നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 5 ലക്ഷം എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ?
ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. വെള്ളം കേട്ട ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി. വിജയ, വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാതി, നീ ചത്താടാ. ചത്തില്ല അലവലാതി. ഓഹോ, സാറ് വിളിക്കായിരുന്ന? ഞാൻ വിളിച്ചിട്ട് നീ വിളിയാകാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാല് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടെന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു. ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ? എടാ, ഒരു തുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന് സ്വല്പമെങ്കിലും നന്ദി വേണടാ, നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ നന്ദി? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണമൊന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ ചുറ്റി കറങ്ങുന്നതാ. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. CID ഡിപ്പാർട്ട്മെന്റ് ചോരയുടെ ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ നിന്നെ പോലെ വിശ്വാസവഞ്ചകനല്ല. അധോ ലോക നായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പള പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം. Please stop here. സിസ്റ്റർ ആയിരുന്നോ? എന്റെ കാറ് കേടായി, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കേറിക്കോളൂ. വളരെ ഉപകാരമായി സിസ്റ്ററെ. 10 മിനിറ്റായി റോഡിൽ കിടന്ന് സർക്കസ് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒരുത്തരം നിർത്തിയില്ല. സിസ്റ്റർ ഇപ്പോഴും അവിടെ തന്നെയല്ലേ? അതെ. ഞാൻ അവിടുന്ന് വീട് മാറിയ പിന്നെ നമ്മൾ തമ്മിൽ ആദ്യമായി കാണുന്നത്. എന്താണ്? ബ്ലീഡിംഗ് ഉണ്ടല്ലോ. കുഴപ്പമില്ല, ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു. അങ്ങനെ ആ കാർ കേടായത്. Shall we go to hospital? No sister, I'm in a hurry. എന്ന് പറഞ്ഞാൽ എങ്ങനാ? വീട്ടിൽ വന്ന് എന്തെങ്കിലും മരുന്ന് വെച്ചിട്ട് പോയാൽ മതി. Okay, stay tuned. See you tomorrow. Bye. ഇരിക്കൂ. മരുന്ന് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. പറ്റിയ ഡ്രസ് ചെയ്ത് വിട്ടേക്കാം.
സിസ്റ്റർക്കൊരു ബുദ്ധിമുട്ടായി. ഹേയ്, എന്തോ തുളഞ്ഞു കയറിയിട്ടുണ്ടല്ലോ. Is it a bullet injury? അതെ. വരട്ടെ സിസ്റ്റർ. ആ. All the passports are there. Yes? You know what it is, Martha? Your passports? Yeah. This is the one I used to go to France to steal the golden armor. Yes, I know. See the name? Idris Sulaiman. Goodbye, Mr. Sulaiman. This one I used to steal an idol from Brussels. I wore an outfit of an Indian saint. Yeah, I remember. You called yourself some Swami. Nitya Yogananda Swami. Yeah. Goodbye, Swami. And finally to Paul Barber. With this, I was in India. The Indian attempt was a little hard, no? Oh, my goodness. I was so lucky to get away from the shots of the security guards. I almost got caught between the fence. Goodbye, Paul Barber. That reminds me. How's your scar? Would you like to have a drink? Not now. Hey, what happened to Tom and the others? Oh, well, they are doing a transaction with the Crown. You know, it's a lot harder to sell these things than to steal them. Hey, somebody's at the door. Bring them in. Come in. That son of a bitch Peter tried to flee with the crown. How? I was talking business and he ran over the crown in his car. I could not stop him because he flattened the tires. Then what happened? We got him finally, but we had to kill him. Otherwise, he would have escaped with the crown. You guys seem to be taking it easy. Don't you realize the danger behind it? Okay, did the police see you? I don't know. Any other witnesses? I don't think so. You don't think so? You stupid idiots. I told you guys to wear masks when you're on jobs like these. Now every cop in the country is looking for you guys. Don't you worry, Mr. Wilfred. I know how to handle the police. How's the crown? Is it damaged? I don't think so. Where the hell is the crown? Tell him. I don't know. It was in the bag. How the hell did it disappear? Peter was running with the bag. I don't want any excuses. No bloody excuse. Mr. Wilfred, there's a call for you. Hi, Robert. What? CIDs? We lost the crown. What does it mean? Central Intelligence, a division of the Indian Police? What? Ramdas? Vijay Amritraj? Oh, just Vijay. Okay.
Little tall and fat. What? Dwarf? Oh, short and black. Okay. I'll take care of him. What happened? A lot of funny things. I just don't understand how the Indian police found out that I was in America. Who told you? Robert Redford from Chicago. What did he say? He said 2 Indian CIDs were sent here to catch us with a crown. Well, it's good we lost the crown then. Why? Because now they can't catch us with the crown. Shut up, you bloody idiot. Sit there and shut up. Tom, you got any idea where the crown could be? It must be that Indian girl's house who's living around there. I'm going to give my final warning. Somehow I want the crown back, and I don't care how. Remember, one more thing is important. Watch out for those Indian CIDs. They're very efficient and dangerous. One is fair and tall, another is dark and short. Both speak the language Malayalam. Vijay and Ramdas.